നമസ്കാരം സാർ. വന്ദേ മാതരം. വന്ദേ മാതരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വന്ദേ മാതരം. സാറേ, ഈ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായി. അവിടെ നിന്ന് നമ്മൾ വളരെ മുന്നോട്ട് പോയി. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് പോലും നമ്മൾ ഒരു വലിയ ചുവടുവെപ്പൊക്കെ നടത്തിയിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഈ 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലം മുതൽ ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം നമുക്കെതിരാണ്. അവർ ഒരു തരത്തിലും നമ്മളോട് മൃദുവായൊരു സമീപനം സ്വീകരിച്ചിട്ടില്ല. നമ്മളെ പരമാവധി പാരവയ്ക്കാനും ബുദ്ധിമുട്ടിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. ധാരാളം ഇന്ത്യക്കാർ, വിശിഷ്യ മലയാളികൾ അമേരിക്കയിലുണ്ട്, അമേരിക്കയിൽ സെറ്റിൽ ചെയ്തിട്ടുണ്ട്, അവിടെ ജോലിക്കായിട്ട് പോയി ജോലി ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഒരു വലിയ സമൂഹം തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം, മലയാളികളുടെ സംഘടന പോലും അമേരിക്കയിലുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ സംഘടനകൾ അമേരിക്കയിലുണ്ട്? ഒന്നല്ല, ഒന്നിലധികം. അപ്പോൾ ഈ എന്തുകൊണ്ടാണ് പക്ഷേ ഈ അമേരിക്ക നമ്മുടെ രാജ്യത്തോട് ഇങ്ങനെ ഒരു ചിറ്റമ്മ നയം എന്ന് തന്നെ പറയാം, അങ്ങനൊരു ഒരു ഒരു ശൈലി സ്വീകരിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് പിന്നെ നമ്മൾ അമേരിക്കയിൽ പോയി നിന്ന് അമേരിക്കൻ സിറ്റിസൺ ഒരു യാങ്കിയുടെ കണ്ണി കൂടെ നോക്കിക്കഴിഞ്ഞാൽ അത് സ്വാഭാവികമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചൈന വലിയ ഗ്ലോബൽ എക്കണോമിക് പവർ ആയല്ലോ, ഇപ്പം നമ്പർ 2 ആയിട്ട് നിൽക്കുകയില്ല. പക്ഷേ ആകുന്നതിന് മുന്നേ USA നോട്ടം ഇട്ടത് ഇന്ത്യയാണ് എന്ന് പറഞ്ഞാൽ ചൈനയുടെ പൊസിഷൻ ആക്കാൻ. അത് ശരി. നമ്മളെ വളർത്താൻ നോട്ടം ഇട്ടത് ഇന്ത്യ തന്നെയാണ്. ഇന്ത്യയിൽ വരികയും ചെയ്തു. പക്ഷേ നമുക്ക് അന്ന് അമേരിക്ക പറയുന്ന, ഇപ്പം ട്രംപ് നമ്മളെ വളയ്ക്കാൻ ശ്രമിക്കുന്നില്ലേ, അതേപോലെ നിക്സന് തൊട്ട് മുമ്പ്, കെനഡി ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കെനഡി ആണോ അതിൻ്റെ ഇടയിൽ ഒരാളുണ്ടോ എന്ന് പറഞ്ഞിട്ട്, നിക്സന് തൊട്ട് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് നമ്മളെ വന്നു. പക്ഷെ നമ്മളന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു വെട്ടിലായിപ്പോയി. അന്ന് റഷ്യയും ഇവരും തമ്മിൽ ഭയങ്കര കോൾഡ് വാറാണ്. അതെ, ശീതസമരം ഭയങ്കര. അന്ന് ചൈനയല്ല അമേരിക്കയുടെ ശത്രു, ഭയങ്കര ശത്രുതയും. ഒരുപാട് സിനിമകളും, ജെയിംസ് ബോണ്ട് സിനിമകളൊക്കെ എല്ലാം റഷ്യയാണ് വില്ലൻ. ആ റഷ്യയായിട്ട് നമ്മൾ വളരെ അങ്ങ് അടുത്തു. അന്ന് നമുക്ക് ഇന്ദിരാഗാന്ധി ഒക്കെ ആയിരുന്നു, നെഹ്റുവിന്റെ കാലം മുതലേ അല്ല തന്നെ. പക്ഷെ ഇന്ദിരാജിയുടെ സമയത്താണ് നമ്മൾ റഷ്യയായിട്ട് കൂടുതൽ അടുക്കുന്നത്. അത് കാരണം അമേരിക്കയാണ്. കാരണം ഞാൻ അമേരിക്ക നമ്മളെ ഞെരുക്കിയപ്പം നമ്മൾ അപ്പുറത്തോട്ട് പോയി. അതുവരെ നമ്മളെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഈ നിക്സന്റെ ഭരണകാലത്ത്, അല്ലെങ്കിൽ നിക്സന്റെ തൊട്ട് മുമ്പ് ആണ് ഈ ഓഫർ വന്നത്. അതായത് ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. അപ്പം നിങ്ങൾ ഒരു ജപ്പാനെ പോലെ, അല്ലെങ്കിൽ സൗത്ത് കൊറിയ പോലെ, സൗത്ത് കൊറിയ വളർത്തിയത് അമേരിക്ക. അതേപോലെ നിങ്ങളെ വളർത്താം. ചുമ്മാതല്ല, നമ്മളോട് സ്നേഹക്കൂടുതലും കൊണ്ടല്ല, അതിലൊരു ലാഭം അമേരിക്ക. ഇന്ത്യ അതിന് പറ്റിയ രാജ്യമാണ്. അവർക്ക് ചൈനയെ താല്പര്യമില്ല. ചൈന അവരുടെ ഒരു പോളിസിക്ക് അഗൻസ്റ്റാണ്, കമ്മ്യൂണിസ്റ്റാണ്. അവർക്ക് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ചെറുത്താനെ കാണുന്ന പോലെ. പ്രത്യേകിച്ച് റഷ്യ എന്നപ്പുറത്തുണ്ട് കമ്മ്യൂണിസ്റ്റുകാരോട്ടത്. ഇന്നിപ്പോൾ അത്രയും വിരോധം റഷ്യരോടെ ഇല്ല. പക്ഷേ ഇപ്പം ഈ ചൈനയുണ്ട്, ചൈനയോട് അവർക്ക്. അപ്പം ഈ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ചോപ്പ് കണ്ട കാള പോലെയായിരുന്നു അമേരിക്കൻസ്. അന്ന് അങ്ങനെയായിരുന്നു. അപ്പം അന്ന് FBI ഡയറക്ടർ എഡ്ഗാർ ഹൂവർ ഉണ്ട്. അദ്ദേഹം 40 വർഷം FBI ഡയറക്ടറായിരുന്നു. അപ്പം അങ്ങേരും ഒക്കെ ഈ കമ്മ്യൂണിസ്റ്റ് വിരോധം ആളി കത്തിക്കാൻ ഉണ്ടായിരുന്നു. അതൊക്കെ ചരിത്രം. അപ്പം അങ്ങനെ വന്നപ്പം നമ്മളാണ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയൊക്കെ USA ഒക്കെ ചിന്തിക്കുന്നത് 50 വർഷം മുന്നോട്ടാണ്. അപ്പോൾ 50 വർഷത്തിന് ശേഷം ഇന്ത്യ, അതായത് നമ്മളിപ്പോൾ 2026 ഇരുന്ന് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവർ 2076 കുറിച്ചാണ് കാര്യങ്ങളാണ് അവർ സംസാരിക്കുന്നത്. അതേപോലെ അവർ 60s 70s ആലോചിച്ചപ്പോൾ ഇന്ത്യയാണ് ബെറ്റർ ഓപ്ഷൻ എന്നല്ല, ഇന്ത്യ ഈസ് ദ ഓൺലി വൺ ഓപ്ഷൻ. ഇപ്പോഴും അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഇപ്പൊ ചൈനയെ ന്യൂട്രലൈസ് ചെയ്തല്ലോ, ചൈനയെ പുറത്താക്കിയല്ലോ. അപ്പോൾ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഇത് അവർ അന്നേ കണ്ട് ഇന്ത്യ അടുത്ത് വന്നപ്പോൾ ഇന്ത്യ വാസ് നോട്ട് കൺവീനിയൻറ്റ്. നമ്മൾ തയ്യാറല്ലായിരുന്നു. ഇന്ത്യ അങ്ങോട്ട് വഴങ്ങിയില്ല. 2 പ്രാവശ്യം വന്നു. അല്ല, അന്ന് നമ്മുടെ ഗതികേട് കൊണ്ടാണ് വഴങ്ങാത്തത്. നമ്മൾ ചിലപ്പോൾ അമേരിക്കയോടെ പോയേനെ. അപ്പോൾ വേറൊന്നുമല്ല, അവരുടെ ഒരു സാറ്റലൈറ്റ് ആയിട്ട് നിൽക്കണം. അതായത് റഷ്യയുടെ കൂടെ നമ്മൾ നിൽക്കുന്ന പോലെ
നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളെ കൂടെ നിൽക്കുന്നില്ല, അമേരിക്കയുടെ കൂടെ നിൽക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഇത്. ഇപ്പോൾ അമേരിക്കയുടെ കൂടെ നിന്നെന്നും പറഞ്ഞ്, ഇപ്പോൾ റഷ്യയുടെ കൂടെ അമേരിക്കയുടെ കൂടെ നിന്നെന്നും പറഞ്ഞ് നമ്മുടെ എല്ലാം പണയം വെച്ച് നിൽക്കണ്ടല്ലോ. നമ്മൾ ഭാരതം റഷ്യയിലൂടെ നിന്നതും അമേരിക്കയിലൂടെ നിന്നതും നമ്മൾ നമ്മുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോയിട്ടുള്ളത്. പക്ഷെ അത് നമ്മളെ കാലം പഠിപ്പിച്ചു. ഒരു രാജ്യത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത്, അപ്പോൾ റഷ്യൻ ആംസ് മാത്രം ഡിപ്പെൻഡ് ചെയ്തപ്പം USSR താഴ്ന്നപ്പോൾ നമുക്ക് സ്പെയർ പാർട്സ് ഇല്ലാതായി. അങ്ങനെ ഇന്ത്യ വിട്ടിലായിപ്പോയി. അപ്പം അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഭരണം 2014 പല രാജ്യങ്ങൾ ഡൈവേഴ്സിഫൈ ചെയ്ത് എല്ലാ രാജ്യങ്ങളുമായിട്ട് നമ്മൾ അടുക്കുക, ആരുടെയും സാറ്റലൈറ്റ് അല്ല എന്നുള്ള ഇതിൽ. അപ്പം അതുകൊണ്ട് USA പോയിരുന്നെങ്കിൽ കുഴപ്പമൊന്നും വരില്ല. എന്ന് ജപ്പാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പക്ഷേ ജപ്പാനിൻ്റെ ഉള്ളിൽ അമേരിക്കക്കാരെ വെറുപ്പാണ്. ഒരു ആവറേജ് ജാപ്പാനീസിൻ്റെ അടുത്ത് ചോദിച്ചാൽ അവർ പറയും ഐ ഹേറ്റ് യാങ്കി എന്ന് പറയും. പഴയ സംഭവങ്ങളെല്ലാം ചേർത്തിട്ട്. പിന്നെ സൗത്ത് കൊറിയൻ സോങ് അവർക്ക് അമേരിക്കക്കാരെ വലിയ താല്പര്യമില്ല. പക്ഷേ അവർക്ക് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഗെറ്റ് ഗോയിങ്, അതുകൊണ്ട് അങ്ങനെ അവരെ പോകുന്നേ ഉള്ളൂ. അപ്പം അതേ വരുമുള്ളായിരുന്നു. പക്ഷേ ഇപ്പം ഈ കടുംപിടുത്തം വന്നപ്പോഴാണ് ഇന്ത്യ റെസിസ്റ്റ് ചെയ്തത്. ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ ഒബാമയുടെ ട്രംപിൻ്റെ രണ്ടാമത്തെ ഭരണം വന്നപ്പോൾ ഈ സാങ്ഷനും അതും ഇതൊക്കെ കൊണ്ടുവന്നു. മുന്നേയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ ആളായിരുന്നില്ല നമ്മൾ. ഇതൊരു സ്ട്രാറ്റജിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് USA. നമ്മളാകാത്തതുകൊണ്ടാണ് ഇവിടെ ഒരു പിടുത്തവും ഇല്ല, ബേസും ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ടാണ് അവർ ഡിഗോ ഗാർഷ്യയെ കൊണ്ടുവന്നത്. ഡിഗോ ഗാർഷ്യ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് 1300-400 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. ഇപ്പൊ കടലിലൊരു ചെറുദ്വീപ്. അപ്പോൾ മറ്റേ ഖത്തറിലും ദുബായിലും അബുദാബിയിലും ഉണ്ടായിട്ട് കാര്യമില്ല. ഇവിടുന്ന് 5 മണിക്കൂർ പറക്കണം, 4 മണിക്കൂർ 5 മണിക്കൂർ പറക്കണം. പക്ഷെ 1300 കിലോമീറ്റർ വളരെ അടുത്താണ്. അപ്പൊ ഇവിടെ എങ്ങും ബേസ് കൊടുക്കാത്തതുകൊണ്ടാണ് അവര്. അപ്പൊ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ സാർ, പണ്ട് ഇതുപോലെ നമ്മള് സ്വതന്ത്ര തിരുവിതാംകൂർ വാദം ഉണ്ടായിരുന്നല്ലോ. അന്ന് ഈ CP അമേരിക്കയിൽ പോയി സഹായമൊക്കെ ചോദിച്ചു. അമേരിക്കയുടെ 7ാം കപ്പൽപ്പട ഇല്ല, അതെ, അങ്ങനെയൊക്കെ ഒരു ചരിത്രം കേട്ടു. അത് ഞാൻ അതിലേക്ക് വരികയാണ്. അതിൻ്റെ തുടക്കമാണ് ഞാൻ പ്രില്യൂഡായിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അതിലേക്ക് വരുന്നുണ്ട് CPയുടെ ഇതിലേക്ക്. അപ്പം അങ്ങനെയാണ് അവർ ഇവിടെ കൊണ്ട് ഇതിട്ടത്. അപ്പം അത്രയ്ക്ക് ഡിഗോ ഗാർഷ്യ അത്രയ്ക്ക് ഇന്ത്യ ഇമ്പോർട്ടൻ്റ് ആണ് USA-ക്ക്. ഇന്ന് ഞാൻ USA-യുടെ ഭയങ്കര സ്നേഹമില്ല. അവരുടെ നിലനിൽപ്പിനും അവരുടെ നല്ലതിനും ഇന്ത്യ അവരുടെ കൂടെ നിൽക്കണം എന്നുള്ളതാണ്. പക്ഷെ നമ്മളെന്തോ അപ്പുറത്തായിപ്പോയി. ചേരിചേരാ നയം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പുറത്തായിപ്പോയി, റഷ്യയുടെ കൂടെ ആയിപ്പോയി. അപ്പോൾ അതൊന്നും ഊരി വരാൻ പറ്റാത്തൊരു ഇതായിപ്പോയി. അങ്ങനെ വന്നപ്പോൾ 1970 മറ്റോ ഇത് നമുക്കൊരു വലിയൊരു ഒരു 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 ചെകുത്താൻ്റെ രൂപത്തിൽ ഒരാൾ അമേരിക്കയിൽ ജന്മമെടുത്തു. അയാളാണ് നമ്മളെ കംപ്ലീറ്റ് അങ്ങ് എതിരാക്കി അമേരിക്കയുടെ ശത്രു ചേരിയിലാക്കിയത്. 1969 തൊട്ട് 77 വരെ ഹെൻറി കിസ്സിഞ്ചർ എന്ന് പറഞ്ഞൊരു ജൂതനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം 100 വയസ്സിൽ മരിച്ചപ്പോൾ ഞാൻ ചെകുത്താൻ എന്നൊക്കെ പറഞ്ഞ ഒരു ബ്ലോഗ് എഴുതിയിരുന്നു. 2023 മറ്റാണ് അദ്ദേഹം മരണപ്പെട്ടത്. അപ്പം ഞാൻ ഇളൊരു ചെകുത്താനാണ്, ഇന്ത്യക്ക് ചെയ്ത ദ്രോഹങ്ങളെ പറ്റിയൊക്കെ ഞാൻ ആ ബ്ലോഗിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ജർമ്മനിയിൽ ജനിച്ച ജൂതനാണ്, അത് അമേരിക്കക്കാരനല്ല. അപ്പം കുടിയേറിയതാണ്. കുടിയേറി അങ്ങേര് ഇന്നേ വരെ USA-യുടെ ചരിത്രത്തിൽ ഈ സ്റ്റേറ്റ് സെക്രട്ടറിയും പിന്നെ സെക്യൂരിറ്റി അഡ്വൈസർ, സുരക്ഷാ ഉപദേഷ്ടാവായിട്ടാണ് തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഈ സ്റ്റേറ്റ് സെക്രട്ടറി 69 തൊട്ട് 77 വരെ, നിക്സന്റെ കാലം തൊട്ട് 77 വരെയുള്ള എനിക്ക് തോന്നുന്നു കാർട്ടറാണെന്ന് തോന്നുന്നു, അതുവരെ അങ്ങേര് തുടർച്ചയായിട്ട് അങ്ങേര് ഭയങ്കര ഒരു പവർ സെന്റർ ആയിരുന്നു. ഇയാൾക്ക് പിന്നെ നമുക്കൊരു ആശ്വാസമുണ്ട്, ഇയാളുടെ സ്വന്തം ജനതയെ ഇഷ്ടമല്ല, ജൂതന്മാരെ ഇയാൾക്ക് വലിയ താല്പര്യമില്ല. ഇസ്രായേലിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയ ഒരാളാണ് കിസ്സിഞ്ചർ. ഒരുപാട് എന്ന് പറഞ്ഞാൽ യുദ്ധമില്ല കരാറൊക്കെ ഈജിപ്തിനെ കൊണ്ടൊക്കെ ഉണ്ടാക്കി, പക്ഷേ ഇസ്രായേലിനെ ഉണ്ടാക്കി. പക്ഷേ സിനായ് ഡെസർട്ടും ഗോലാൻ ഹൈറ്റ്സും ഒക്കെ വിട്ടുകൊടുക്കാൻ പറഞ്ഞു. അത് ഇയാളുടെ പിടിപ്പാണ്. ഇയാൾ സ്ട്രോങ് ഉപജാവാണ്. കിസ്സിഞ്ചർക്ക് ജൂതന്മാരെ ഇഷ്ടമില്ലായിരുന്നു, ഇന്ത്യക്കാരെ ഒട്ടും ഇഷ്ടമില്ല. അപ്പം നമ്മൾ കേട്ടില്ല ഈ അമേരിക്കയുടെ റിക്വസ്റ്റ്. അപ്പം അത് വിരോധം അങ്ങ് വേറെ എന്തെങ്കിലും കാരണം കാണും, നമുക്ക് അറിഞ്ഞുകൂടാ, അങ്ങ് ഡബിളായി നമ്മളോടുള്ള വിരോധം. അയാളാണ് അമേരിക്കയുടെ പോളിസി 69 തൊട്ട് 77 പല ആളുകളും വന്ന് പ്രസിഡന്റ് വരും പോവും, അത് വേറെ കാര്യം. ഇയാളാണ് തീരുമാനിച്ചത്. ഇയാൾ കംപ്ലീറ്റ് പാകിസ്ഥാന് ഇപ്പം ഈ
മുനീറിനെ പിടിച്ച് മടിയിരുത്തണ പോലെയൊന്നുമല്ല, ഇയാളങ്ങ് കെട്ടിപ്പിടിച്ചു പാകിസ്ഥാൻ, അന്നത്തെ പാകിസ്ഥാനെ. അപ്പോൾ ഈ ഫേമസ് ഹെൻറി കിസ്സിഞ്ചർ പറഞ്ഞ ഒരു സെൻറ്റൻസ് ഉണ്ട്, എവിടെയാണ് പറഞ്ഞതെന്നാണ്, ഒരു പാർട്ടിക്കിടയിൽ പറഞ്ഞ, അതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പിന്നെ ഇന്ത്യ അണുബോംബ് 1998 ഇന്ത്യ 2ാമത് അണുബോംബ് പൊട്ടിച്ചല്ല. അപ്പോൾ പിന്നെ ഇയാൾ പറഞ്ഞു, അതിന് നിങ്ങൾ ഇത്ര പറയേണ്ട കാര്യമൊന്നുമില്ല, ഇന്ത്യ എന്തോണോ പൊട്ടിച്ചോട്ടെ, നമുക്ക് പാകിസ്ഥാൻ ഉണ്ടല്ലോ. അന്ന് പാകിസ്ഥാനോട്ട് അത്ര അടുത്തില്ല. പാകിസ്ഥാൻ ഉണ്ടല്ലോ, എനിക്കൊന്ന് 75 ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ, 74 എക്സ്പ്ലോഷനാണോ 98 എക്സ്പ്ലോഷനാണോ ഏതോ ഒരു സമയത്ത്, എനിക്കിപ്പോൾ തോന്നുന്നത് 74 എക്സ്പ്ലോഷൻ സമയത്താണ്. ഇയാളാണ് പറഞ്ഞു കൊടുത്തത്. അത് അമേരിക്കയുടെ പ്രസിഡന്റിനെ മറ്റാണോ, ഞാൻ സാറേ വേറെ ഒന്നും പേടിക്കേണ്ടതില്ല, പാകിസ്ഥാനിക്കല്ലേ, പാകിസ്ഥാനെ കൊണ്ട് നമ്മൾ 2 അനുഭവം പൊട്ടിക്കും. ഇയാളാണ് ഐഡിയ പറഞ്ഞു കൊടുത്തത്. അതാണ് പിന്നെ നടന്നത്. അപ്പോൾ ഈ ഇന്ത്യയെ തളയ്ക്കാൻ പാകിസ്ഥാനെ ആം ചെയ്യുക, ആയുധം കൊടുക്കുക എന്നുള്ള പോളിസി കൊണ്ടുവന്നത് ഈ ഹെൻറി കിസ്സിഞ്ചർ. പിന്നെ നമ്മൾ CPയുടെ കാര്യം പറയുന്നത്, അപ്പം 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. പക്ഷെ അന്നേ നമുക്കൊരു അമേരിക്കൻ ബന്ധമുണ്ട്. അതായത് CP രാമസ്വാമി അയ്യർ, നമ്മളിവിടെ ഈ പത്രങ്ങളിലും ഇവിടെയുള്ള മാസികകളൊക്കെ എഴുതണ പോലെയൊന്നുമില്ല, അയാളൊരു വലിയൊരു മനുഷ്യനായിരുന്നു, ഭയങ്കര കഴിവുള്ള ഒരാളാണ്. ജവഹർലാൽ നെഹ്റുവിനെക്കാളും 4 ഇരട്ടി കപ്പാസിറ്റി ഉള്ള ആളായിരുന്നു. പക്ഷെ നെഹ്റുജിൻ്റെ കയ്യിലാണ് അധികാരമല്ലായിരുന്നു. അതുകൊണ്ട് ഇയാളെ അങ്ങ് സ്നബ് ചെയ്ത് ഇയാളെ ചവിട്ടി പുറത്ത് പുള്ളിയെ അവിടെ വിളിച്ചു. അപ്പോൾ പുള്ളി അതിന് പോയില്ല. മാത്രമല്ല പിന്നെ ഇവിടുത്തെ ഈ തിരുവിതാംകൂറിൽ ആ സമരമൊക്കെ നെഹ്റുവും വേറെ ചില പ്രമുഖരും കൂടെ ആസൂത്രണം ചെയ്തിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ ഏറ്റെടുത്തന്നേ ഉള്ളൂ. ആക്ച്വലി അതൊന്നുമല്ല, നെഹ്റുവിൻ്റെ വിരോധമാണ്. എനിവേ CP, അപ്പോൾ അത് വേറെ സബ്ജക്റ്റാണ്, നമ്മൾ അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ CP രാമസ്വാമിയർ അന്ന് ഇൻ്റർനെറ്റ് ഇല്ല, ഫോണില്ല, ഒന്നുമില്ല, മൊബൈൽ ഫോണില്ല, ഒന്നും. ആ സമയത്ത് പോലും ഈ CP ഒരു ഭയങ്കരനാണെന്ന് അന്നത്തെ ട്രൂമാൻ ഹാരി ട്രൂമാൻ എന്ന അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ്, അദ്ദേഹം 1953 വരെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം അദ്ദേഹമാണല്ലോ ജപ്പാനിൽ അണുബോംബ് ഇട്ടതൊക്കെ. അപ്പോൾ ഹാരി ട്രൂമാൻ ഈ ട്രാവൻകൂർ കിടക്കുന്ന ഈ CPയെ തിരിച്ചറിഞ്ഞ് CPയായിട്ട് ഒരു ബന്ധം, എങ്ങനെ ബന്ധമെന്ന് എനിക്ക് പറഞ്ഞുകൂടാ, കത്ത് വഴിയാണ് കമ്മ്യൂണിക്കേഷൻ വഴി ഒരു ബന്ധം വെച്ചിരുന്നു. അപ്പം ഇയാൾക്ക് ഹാരി ട്രൂമാനെ ശരിക്കും പറഞ്ഞ ബ്രിട്ടീഷുകാരെ ഇഷ്ടമല്ല. ഈ അമേരിക്കയും ബ്രിട്ടനും തമ്മിലൊരു കോൾഡ് വാർ 40s തുടങ്ങി എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ്റെ അപ്രമാദിത്വം പോയി. പിന്നെ അത് ഷിഫ്റ്റ് ചെയ്തു, ലണ്ടനിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്തല്ല. അപ്പോൾ ഒരു കോൾഡ് വാർ അവർ തമ്മിലുണ്ടായിരുന്നു. അപ്പോൾ ഈ അന്ന് UK അത്ര ക്ഷീണിച്ചിട്ടില്ല, പല്ലുണ്ട്, നഖം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരുടെ കയ്യിലാണ് ഇന്ത്യ. അപ്പം അതുകൊണ്ട് ട്രൂമാൻ എന്തോ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ നമ്മൾ അറ്റ്ലീസ്റ്റ് ട്രാവൻകൂറെങ്കിലും സിംഗപ്പൂർ മോഡലിലാക്കി. അതാണ് ഈ CP സിംഗപ്പൂർ ആക്കാനായിട്ട് ശ്രമിച്ചെന്ന് പറഞ്ഞാൽ അത് അമേരിക്കയാണ് അതിൻ്റെ പിന്നിൽ, ഈ ട്രൂമാനാണ് അതിൻ്റെ പിന്നിൽ. പോട്ട് ബാക്കിയെല്ലാം ബ്രിട്ടീഷുകാർ കൊണ്ടുപോട്ടെ, നെഹ്റുവും ബ്രിട്ടീഷുകാരും എല്ലാം കൂടെ കൊണ്ടുപോയിക്കോട്ടെ, നമുക്കിത് മതി, ട്രാവൻകൂർ മതി. ഒരു അമേരിക്ക കഷ്ണം കിട്ടിയല്ല, ഒരു കഷ്ണമല്ലേ, അവിടെ 1300 കിലോമീറ്ററല്ലേ ഉള്ളൂ അപ്പുറത്ത് ഡിഗോ ഗാർഷ്യ. അതിനേക്കാളും എത്ര ഭയങ്കര ഏരിയയാണ്, ഭയങ്കര സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആണ് ട്രാവൻകൂർ കിട്ടിയ. അപ്പോൾ USA പ്ലാൻ ചെയ്തതായിരിക്കും, ട്രൂമാൻ പ്ലാൻ ചെയ്തതായിരിക്കും. അപ്പോൾ CP ആയിട്ട് ഒരു നല്ല ബന്ധം വെച്ചിരുന്നു. പക്ഷേ CPയെ ബ്രിട്ടീഷുകാരെല്ലാം കൂടെ ചേർന്ന് അമേരിക്കക്കാർക്ക് പാര വെച്ച് CPയെ വെട്ടി ഓടിച്ചു വിട്ടു. അത് ബ്രിട്ടീഷുകാരുടെ പ്ലാനും കൂടെയാണ്, അമേരിക്കയുടെ കവാലത്ത് കൊടുത്ത അടിയാണ്. അതൊന്നും നമ്മുടെ ചരിത്രത്തിൽ ഒരിടത്തും എഴുതിയില്ല. അപ്പം അങ്ങനെ CP പോയി. പക്ഷേ CP പോയിട്ട് അധികാരത്തിൽ നിന്ന് പോയാൽ തീർന്ന്. പക്ഷെ പോയിട്ടും ട്രൂമാൻ ക്ഷണിച്ച് 2 പ്രാവശ്യം കൊണ്ടുപോയി. ജവഹർലാൽ നെഹ്റുജി പോലും ഒറ്റ പ്രാവശ്യം ട്രൂമാൻ വിളിച്ചുള്ളൂ. ട്രൂമാൻ വിളിച്ച 2 പ്രാവശ്യം CPയെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. CP അവിടെ വിസിറ്റ് ചെയ്ത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ സ്പീച്ചൊക്കെ നടത്തി. അയാൾ ആദ്യം പറഞ്ഞ അല്ലെങ്കിൽ ട്രൂമാൻ മൈൻഡ് ചെയ്യുമോ, CP എന്ന് അയാൾ വിചാരിക്കും. അയാൾ പറഞ്ഞ പോലെ കേൾക്കാൻ ഇവിടെ ഇഷ്ടംപോലെ ലോകത്തെ ആളുകളുണ്ട്. അപ്പം അങ്ങനെ ഒരു ബന്ധം അത് അമേരിക്കയുടെ ഒരു സാറ്റലൈറ്റ് ആക്കി ട്രാവൻകൂർ കൊണ്ടുവരാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. ബ്രിട്ടീഷുകാർ നേരത്തെ അത് മനസ്സിലാക്കി നമ്മുടെ ഇന്ത്യൻ ലീഡേഴ്സുമായിട്ട് ഗൂഢാലോചന നടത്തി അത് ത്വാർട്ട് ചെയ്തു. അപ്പോൾ അതാണ് നമ്മുടെ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ തുടക്കം. അത് കഴിഞ്ഞ് ഐസനോവർ വന്നു, അമേരിക്കൻ പ്രസിഡന്റ്.
നമുക്ക് ഇന്ത്യക്കും ഗുണവുമില്ല ദോഷവും ഇല്ല. അങ്ങനെയാണ് പുള്ളി ഇതിനൊന്നും തയ്യാറായില്ല. അല്ല, ഒന്നിനും തയ്യാറായില്ല. അയാൾ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം തന്നെ എവിടെയെന്ന് പുള്ളി ഇതെടുത്ത് വെച്ച് ഗ്ലോബ് എടുത്ത് വെച്ച് നോക്കേണ്ടത്. പുള്ളിക്ക് യാതൊരു താല്പര്യമില്ലായിരുന്നു. ഇന്ത്യ ഈസ് ഇൻസിഗ്നിഫിക്കൻറ്റ് എന്നുള്ള ഒരു പോളിസിയാണ് അവഗണിക്കുകയായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് അന്ന് ഇന്ത്യയും ചെറിയ പവറാണ്, തീരെ പവറും അല്ല എന്ന് പറയാം. പട്ടിണിയും പിന്നെ ഗോതമ്പ് PL 480 എന്ന് പറഞ്ഞ സ്കീമുണ്ട്, ഗോതമ്പും പാൽപ്പൊടിയും. അത് ഇഷ്ടം പോലെ ഐസൻഹോവർ ഇങ്ങോട്ട് കൊടുത്തയച്ചു. അന്ന് പട്ടിണിയായിരുന്നല്ലോ. അതൊക്കെ ഇവിടെ ഇന്ത്യയിൽ ഒരുപാട് വിതരണം ചെയ്തിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, ആയുധം ഇല്ല, ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കിസിഞ്ചറിന്റെ കാലം കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ്? അല്ല, അതിലേക്ക് ഞാൻ പറയാം, ഇത് പറയാതെ അങ്ങോട്ടേക്ക് ചാടാൻ നോക്കില്ല. അപ്പോൾ അത് കഴിഞ്ഞ് കെനഡിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇത് വന്നു. കെനഡിയുടെ സമയത്ത് ജവഹർലാൽ നെഹ്റു നേരിട്ട് തന്നെ റിക്വസ്റ്റ് ചെയ്തു ഈ ചൈനയായിട്ട് 1962 വാർ വന്നപ്പം. അപ്പം കെനഡി എന്താന്ന് പറഞ്ഞാൽ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു, നമുക്ക് സഹായം ആംസ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ വേറൊരു കാര്യം ചെയ്യാൻ, ചൈനയുടെ മറ്റേ ന്യൂക്ലിയർ ഇത് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഹിമാലയത്തിലൊരു ട്രാൻസ്മിറ്റർ ഫിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവിടെ ട്രാൻസ്മിറ്റർ ഫിറ്റ് ചെയ്ത് ഇന്ത്യക്ക് എന്താ ഗുണം? അതുകൊണ്ട് ട്രാൻസ്മിറ്റർ ഫിറ്റ് ചെയ്ത് അത് പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം അത് വെളിയിലായല്ലോ, വലിയ കോൺട്രവേഴ്സിയൊക്കെ. അപ്പോൾ അതാണ് കെനഡിയുടെ ഭരണകാലത്ത് നമുക്കൊന്നും ചെയ്തു തന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ നിക്സൺ വന്നതോടെ നമ്മൾ പാരഡൈം ഷിഫ്റ്റായി. അതായത് അപ്പോൾ ഇന്ത്യ പറഞ്ഞാൽ കേൾക്കൂല, അല്ലേ, ശരി കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അവർക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഡങ് സിയാപിങ്ങിന് പോയി കൈകൊള്ളും ചൈനയിൽ. നിക്സൺ അതിൻ്റെ ഇടനിലക്കാരനായത് പാകിസ്ഥാൻ, ഇയാൾ സിയാഉൽ ഹക്ക് അതിൻ്റെ ഇടനിലക്കാരനായി രഹസ്യമായിട്ട് ഇന്ത്യയുടെ അടുത്ത് വരണതിന് മുന്നേ തന്നെ ആൾ പോയി ചൈനയിൽ. അത് സിയാഉൽ ഹക്കാണ് പോയത്. എന്നിട്ട് പിന്നെ കിസിഞ്ചർ രഹസ്യ സന്ദർശനം നടത്തി, ഇന്ത്യ വഴങ്ങില്ല എന്ന് കണ്ടു, പിന്നെ മൊത്തം അങ്ങോട്ട്. അത് കഴിഞ്ഞ് ഡങ് സിയാപിങ്ങിൻ്റെ ഭയങ്കര ലോകപ്രസിദ്ധമായ USA സന്ദർശനം. അത് കഴിഞ്ഞ് ചൈന അവരങ്ങ് എടുത്തു എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമായിരുന്നു ചൈന. അങ്ങനെയാണ് ചൈന വളർന്ന് ഇപ്പോൾ സെക്കൻഡ് എക്കണോമിക് അമേരിക്കയുടെ തൊട്ട് താഴെ. ഇപ്പോൾ അത് കഴിഞ്ഞപ്പം അമേരിക്കയ്ക്ക് മനസ്സിലായി ഇത് വലിയ അപകടമാണ്. ഈ ചൈന അമേരിക്ക വിഴുങ്ങും, USA വിഴുങ്ങും എന്നുള്ള എല്ലാ റിവേഴ്സ് എഞ്ചിനീയറിങ് വഴി എന്ത് സാധനം കണ്ടാലും റിവേഴ്സ് എഞ്ചിനീയറിങ് വഴി ചൈന ഉണ്ടാക്കാൻ തുടങ്ങി. അതിന് വലിയൊരു ത്രെട്ടായി. പിന്നെ അത് ചൈനയുടെ ഭാഗത്തുള്ളൊരു മിസ്റ്റേക്കാണ്. ഈ ചൈനയുടെ നിന്ന് 10,000-12,000 കിലോമീറ്റർ ദൂരെയാണ് USA സൗത്ത് അമേരിക്ക കിടക്കുന്നത്. USA ചൈനയ്ക്ക് ഒരു റൂം കൊടുത്തിട്ടുണ്ട്, അത് ചെയ്താൽ പോരി. അവർ അടുത്തുള്ള സൗത്ത് അമേരിക്ക മറ്റേ ബാക്കിയുള്ള ചുറ്റുപാടുള്ള കവർ ചെയ്യാൻ തുടങ്ങി. അത് വലിയ മണ്ടത്തരമായി പോയി ചൈന. അങ്ങനെയൊക്കെ വന്നപ്പം ഈ അമേരിക്കൻസ് അലർട്ടായി. പിന്നെ ചൈനയുടെ USA അകത്തുള്ള പരിപാടികളെല്ലാം അമേരിക്കയ്ക്ക് അലർട്ടായി. ഇത് അപകടമാണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഇത് കൊറോണ ഉണ്ടാക്കിയതായിരുന്നുള്ള ഞാൻ അന്ന് ബ്ലോഗ് എഴുതിയിരുന്നു. എല്ലാവരും പറഞ്ഞു വുഹാൻ മറ്റേ അവിടെ നിന്ന് വന്നതാണ്. ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നും അല്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് USA ചൈനയ്ക്ക് പണി കൊടുത്താണ്. കാരണം വുഹാൻ അതൊക്കെ ഷീ ജിൻപിങ് ഒരു പ്രാവശ്യം പറഞ്ഞു, ഒറ്റ പ്രാവശ്യം അയാൾ പറഞ്ഞുള്ളൂ, പിന്നെ എന്താ പറയാത്തത്? ട്രംപ് തന്നെ പലപ്പോഴും ആക്ഷേപിച്ചിട്ടുണ്ട് അത് കോവിഡ് സത്യമല്ല. ചൈനീസ് വൈറസ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ് ഞാൻ പറഞ്ഞത്. അമേരിക്കൻ വൈറസ്. ഷീ ജിൻപിങ്ങിന്റെ തെളിവില്ല, പക്ഷെ ഷീ ജിൻപിങ് പറഞ്ഞു കഴിഞ്ഞ മാസം ഇവിടെ ഒരു പറ്റം US വന്നു, അവരാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞു. പക്ഷെ അവരുടെ തെളിവില്ല. ആക്ച്വലി അതിനകത്തൊരു എലമെന്റ് ഓഫ് ട്രൂത്ത് ഉണ്ട്. അപ്പോൾ എനിവേ പണി അവിടെ നിന്നാണ് തുടങ്ങിയത്. കൊറോണ വൈറസ് USA പണിഞ്ഞതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെപ്പോലെ പലരും അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷെ ചൈന ചോദിച്ച് വാങ്ങിയതാണ്. ചൈനയ്ക്ക് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ചൈനയിൽ എത്ര പേര് മരിച്ചെന്ന് ലോകത്തിൽ ആർക്കും അറിഞ്ഞു. എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകളാണ് മരിച്ചത്. അതെല്ലാം അവര് കത്തിച്ചളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അത് അവിടുന്ന് തുടങ്ങി. എന്നിട്ടും ചൈന അടങ്ങിയില്ല. അങ്ങനെ വന്നപ്പം ചൈനയിൽ നിന്ന് ഓരോ ഇൻഡസ്ട്രീസായിട്ട് പിൻവലിക്കാൻ തുടങ്ങി. ഇനി വേണ്ട ചൈനയായിട്ടൊരു ബിസിനസ്. ഇനി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അമേരിക്ക USA തന്നെ ഇല്ലാതായി പോകുമെന്ന് അവർ കോൺഗ്രസ് മെന്നിനെയും സെനറ്റർമാരെയൊക്കെ പർച്ചേസ് ചെയ്ത് തുടങ്ങി. അങ്ങനെ വന്നപ്പം കട്ട് ചെയ്തു. അപ്പോൾ വീണ്ടും 70s നിക്സന്റെ ഭരണകാലത്ത് ഇന്ദിരാജി എടുത്ത് വന്നതുപോലെ ഈ ഇപ്പം ഇന്ത്യ മോഡിജി എടുത്തു വന്നു.
പക്ഷേ നമുക്ക് ഈ ചരിത്രം മൊത്തം നമ്മുടെ ഈ കിടക്കയില്ല. നമ്മൾ ആരുടെയും ആളാവണ്ട. നമ്മളായിട്ട് US എങ്ങനെയാണ് നിൽക്കുന്നത് അതേപോലെ അങ്ങ് നമ്മൾ നിൽക്കാം. നമുക്ക് US അത്ര സ്ട്രെങ്ത് ഒന്നും കാണുമില്ലെങ്കിൽ നമ്മൾ US ഒരു ഇൻഡിപെൻഡന്റ് പോളിസിയിൽ അതേപോലെ നമുക്ക് എല്ലാവരും വേണം എന്നുള്ള ഒരു ഇതിലാണ് നമ്മളിപ്പം നിൽക്കുന്നത്. നമ്മൾ ആരോടും വഴക്കില്ല. അതിന് ട്രംപിന് ഭയങ്കരമായിട്ട് അഗ്രീവ്ഡാണ്. അതിന്റെ ഒരു കെർവ് നമ്മളോട് ഈ സബ്സെറ്റ് എന്ന് ഞാൻ അങ്ങേര് പറയണ പരിപാടി ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ടാണ് അങ്ങേര് ഓരോ പരിപാടികളിലൂടെ ഇന്ത്യക്കകത്ത് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പരിപാടികൾ ആസൂത്രണം ചെയ്തു. ബംഗ്ലാദേശ് ഈ അടുത്ത കാലത്ത് ട്രംപ് തുടങ്ങിയ ഫസ്റ്റ് ഇത് ഹസീനെ ഓടിച്ച ഷെയ്ഖ് ഹസീന. പണ്ടും 75-ൽ മുജീബിനെ ഓടിച്ചത് CIA ആണ്. അവ ഇപ്പോഴും ഹസീനെ ഓടിച്ചതെന്ന് നമ്മുടെ ഇന്റലിജൻസ് ഏജൻസീസ് അറിഞ്ഞില്ല. അതും നമ്മുടെ ഒരു പാളിച്ചയാണ്. ഹസീനെ ഓടിച്ചു. അത് കഴിഞ്ഞ് നേപ്പാളിൽ പ്രശ്നം ഉണ്ടാക്കി. പിന്നെ ശ്രീലങ്കയിൽ അല്ല ശ്രീലങ്കയിലല്ല, മറ്റേ 7 സിസ്റ്റേഴ്സ് നമ്മുടെ നോർത്ത് ഈസ്റ്റേണിൽ. പിന്നെ അവിടെ ഒരു ഐലൻഡ് സെന്റ് മാർട്ടിൻ എന്ന് പറഞ്ഞ ഐലൻഡ് ബംഗ്ലാദേശിന്റെ അപ്പുറത്ത് ഹസീനെ തോന്നി കൊടുക്കണമെന്ന് പറഞ്ഞു. ഒന്നും നടക്കാതെ വന്നപ്പോഴാണ് ഹസീനെ ഓടിച്ചത്. എന്നിട്ട് ഇന്ത്യക്കകത്ത് പല പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ USA ശ്രമിക്കും. ഇത് ഡീപ് സ്റ്റേറ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ പ്രസിഡന്റുമാർ വരും പോവും. പക്ഷേ ഡീപ് സ്റ്റേറ്റും CIAയും പെന്റഗണും അവിടെ കാണും. അവരെ ഓൺഗോയിങ് പ്രോജക്ട്സ് ആണ്. അത് എന്നാണ് അത് നിർത്തലാക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഒരു പക്ഷേ ട്രേഡ് ഇപ്പം ഒരു നിവൃത്തിയില്ലാതെ ഇന്ത്യ അമേരിക്ക തമ്മിൽ ട്രേഡ് കരാറ് അമേരിക്ക ഒപ്പിട്ടേ പറ്റൂ. കാര്യം ഞാൻ അത് ഒപ്പിട്ടില്ലെങ്കിൽ അവരുടെ വലിയ സൂപ്പർ മാർക്കറ്റ് ഇല്ലേ, വലിയ വാൾമാർട്ട് പോലെ അവിടെ സാധനം വേണ്ടേ, കൈ കഴുകണ്ട, ഇത് വേണ്ടേ, മറ്റേ സാനിറ്റൈസർ വേണ്ടേ, സാനിറ്റൈസർ, അതുപോലെ ഷൂ, ഷർട്ട്, ഇതൊക്കെ എവിടെ നിന്ന് വരും? വിയറ്റ്നാമിന് ഇന്തോനേഷ്യയ്ക്ക് അമേരിക്കയ്ക്ക് കൊടുക്കാനുള്ള 35 കോടി ജനങ്ങളുണ്ട്. അത്രയും പേർക്ക് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇതെല്ലാം കണ്ടാണ് ഇന്ത്യ അടുത്ത് വന്നത്. പക്ഷേ അമേരിക്കയുടെ ടേംസിൽ നമുക്ക് കേൾക്കാൻ പറ്റില്ല. നമ്മുടെ ടേംസിലാണെങ്കിൽ നമ്മൾ ഇതെല്ലാം ചെയ്യാം. അപ്പം അതാണ് നമ്മുടെ ഒരു സ്റ്റാൻഡ്. അപ്പം ഈ ട്രേഡ് കരാർ ഒപ്പിട്ടേ പറ്റൂ. ഒരു കൂടുതൽ ആവശ്യം അമേരിക്കയ്ക്കാണ്, USA-ക്കാണ്. അപ്പോൾ USA അത് ഒപ്പിട്ടില്ലെങ്കിൽ അതിന് മുന്നേ വരട്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാണ് ട്രംപ് നോക്കിയത്. നടക്കൂല. ഇതിപ്പോൾ US ട്രേഡ് കരാർ USA വരും. ഇപ്പൊ തന്നെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി തുടങ്ങി. എന്നാലും ഹോപ്പ്ഫുള്ളാണ് ട്രംപ്. എന്നാലും ഇവൻ ചിലപ്പോൾ നമ്മൾ പറഞ്ഞാൽ കേൾക്കും. ഒരു വരട്ട് മറ്റേ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ആ ഒരു ലാസ്റ്റ് ഡിച്ച് അറ്റംപ്റ്റ് ആണ് USA ഇപ്പൊ ഇന്ത്യക്കകത്ത് ചെയ്യുന്നത്. പക്ഷെ അത് വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മൾ വളരെ അലർട്ടായിരിക്കണം. അവര് ഭയങ്കര കേപ്പബിൾ ആണ്. എന്തും ചെയ്യും. അതിനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട്. പിന്നെ പാകിസ്ഥാനെ മടിക്കയറ്റി ഇരുത്തിയത് അതാണ്. പക്ഷെ പാകിസ്ഥാനിന് തന്നെ വീടിന് ചുറ്റിനും തീയാണ്. അവരെ ഒരു സ്ഥലത്ത് തീ അണയ്ക്കുമ്പോൾ അവിടെ അമേരിക്കയുടെ പോളിസി ഫെയിലായെന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ പഴയ ബംഗ്ലാദേശിനെ കുത്തിയിളക്കുക, അമേരിക്കയെ അല്ല മറ്റേ നേപ്പാളിന്, അതൊന്നും ഇപ്പം നടക്കില്ല. ഇനിയിപ്പം അമേരിക്കക്ക് കരണീയമായിട്ടുള്ളത്, നമ്മൾ ഇന്ത്യക്കാരെന്നുള്ള നിലയ്ക്കല്ല, അപ്പൊളിറ്റിക്കായിട്ട് ന്യൂട്രലായിട്ട് ഞാൻ പറയുകയാണ്, അമേരിക്കയ്ക്ക് കരണീയമായിട്ടുള്ളത് ഇന്ത്യയായിട്ട് മാന്യമായി സൗഹാർദ്ദത്തിൽ വരിക, മാന്യമായി എല്ലാം ചെയ്യുക. ജപ്പാൻകാരൻ്റെ അടുത്ത് പരിപാടിയൊന്നും നടക്കില്ലല്ലോ. ഇല്ല, അവനതൊന്നും വിട്ടുകൊടുക്കില്ല. അപ്പൊ അതേപോലെ ജപ്പാൻകാരനെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യണം അതേപോലെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും USA-ക്ക് നല്ലത്. ബിക്കോസ് ഇപ്പോൾ ഈ ഒക്ടോബറിൽ ഇതുവരെയാണ്, മിഡ് ടൈം ഇലക്ഷൻ വരെയാണ്. അപ്പോൾ അത് വരുമ്പം അത് ട്രംപിന് എഗൻസ്റ്റ് ആണോ ഇല്ലെന്ന് അതൊരു വറി അങ്ങേർക്കുണ്ട്. ഇറാൻ യുദ്ധം അതുമായിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പം അതും കൂടെ ആണെങ്കിൽ, അതിൽ അദ്ദേഹത്തിന് തിരിച്ചടിയാണെങ്കിൽ, ക്ഷീണമാണ് പറ്റണമെങ്കിൽ, തീർച്ചയായിട്ടും ഉടനടി ഇന്ത്യയായിട്ട് കരാറൊപ്പിടും. അല്ല പിന്നെ പരിപാടിയൊന്നും നടക്കില്ല. പിന്നെ എന്നാലും നമ്മൾ അവരുടെ പഴയ ഹിസ്റ്ററിയും അതും ഇതൊക്കെ നമ്മുടെ ലീഡേഴ്സും എല്ലാം ഭയങ്കര പ്രൊട്ടക്ഷനോടെ അങ്ങേയറ്റത്തെ ജാഗ്രത പാലിക്കണം. അവര് ചിലപ്പോൾ പറയും, ഇതാ ഞാൻ പോകണം, നമ്മൾ പോകണം കേട്ടാ, നിങ്ങൾ പറഞ്ഞാണ് കറക്റ്റ്, ഭാരതം പറഞ്ഞാണ് കറക്റ്റ്, ഞങ്ങൾ പോകണം, ഞങ്ങൾ അടുത്ത ആഴ്ച കരാർ ഒപ്പിടണം. ഇങ്ങനെ പോയിട്ട് തിരികെ വന്ന്, അതായത് ഈ പാർത്തിയൻ ഷോട്ട് എന്ന് പറയും. പാർത്തിയൻ ഷോട്ട് എന്ന് പറഞ്ഞാൽ, പാർത്തിയൻസ് എന്ന് പറഞ്ഞാൽ ഇറാനിയൻസ് ആണ് പണ്ട്. അവര് കുതിരപ്പുറത്ത് അന്നത്തെ യുദ്ധത്തിൽ അവര് തിരിഞ്ഞോടിയിട്ട് ഓടിക്കൊണ്ട് അപ്പൊ ഈ മറ്റൊരു വിചാരിക്കും, അയ്യോ തോറ്റ് പോണ പോക്കില് തിരിഞ്ഞ് വെടിവെക്കും, അല്ല അമ്പ്. അതാണ് പാർത്തിയൻ ഷോട്ട്. അപ്പൊ അതേപോലെ പാർത്തിയൻ ഷോട്ട്
അമേരിക്കയുടെ നിന്ന് വരാതിരിക്കാൻ നമ്മൾ വളരെ ജാഗ്രത, അങ്ങേയറ്റത്തെ ജാഗ്രത പാലിക്കണം. എന്തായാലും സാറ് 47 മുതലുള്ള ചരിത്രത്തിൽ നിന്ന് പാഠം പഠിച്ചിട്ടാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ഈ CPയുടെയൊക്കെ ആ കാലത്തെ സ്വതന്ത്ര തിരുവിതാംകൂർ വാദത്തിൽ ഉൾപ്പെടെ ഈ അമേരിക്കൻ മോഡൽ വർക്കൗട്ടായി, കുറേയൊക്കെ വർക്കൗട്ടായി എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് തന്നെ പഠിക്കാം. ഇപ്പോൾ അങ്ങ് കുറേ കൂടെ വിശദമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞു. നമുക്ക് കാത്തിരിക്കാം. അതിൻ്റെ ഇടയിൽ കപ്പൽപ്പട അയച്ചത് 1971 നിക്സണാണ്. നിക്സൺ 7th, 7ാം കപ്പൽ. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഈ അമേരിക്ക ഈ പറയുന്നത് പോലെ ഒന്ന് ഒതുങ്ങി ഒരു മാന്യമായ ഒരു കരാറിലേക്ക് വരുമോ, അതോ വീണ്ടും നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല, ഇത്തരം ശ്രമങ്ങളുമായിട്ട് വരുമോ, അവിടുത്തെ ജനങ്ങൾ അഗൻസ്റ്റ് എന്നൊക്കെയുള്ളത്. അമേരിക്കൻ ജനങ്ങൾ അത് അനുവദിക്കില്ല. അവർക്ക് ഈ പറഞ്ഞതുപോലെ ഇന്ത്യയുമായിട്ടൊരു നല്ല ബന്ധത്തിൽ പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ബാക്കി നമുക്ക് കാത്തിരിക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം. വന്ദേ മാതരം.